ഇതിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്ത് പഠിക്കണം എന്നുള്ളതാണ്. എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പോളിടെക്നിക് ലെക്ചറർക്ക് നമുക്ക് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയുടെ മറ്റൊരു ജോബ് റിക്രൂട്ട്മെന്റ് ഇൻഫർമേഷൻ സെഷനിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി പോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്ട്രീംസിൽ എഞ്ചിനീയറിംഗ് ബാച്ചിലർ ഡിഗ്രി, ടെക്നോളജി ബാച്ചിലർ ഡിഗ്രി കയ്യിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനാവാനുള്ള പോസ്റ്റ് ലെക്ചറർ ഇൻ പോളിടെക്നിക്സ്. കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയമനം നടത്തുന്ന കേരള PSC ത്രൂ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നമുക്ക് അടുത്ത വർഷം എക്സാം പ്രതീക്ഷിക്കാം. ഈ വർഷം നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം പകുതിയോടുകൂടി ആ റാങ്ക് ലിസ്റ്റിലെ നിയമനങ്ങൾ അവസാനിക്കുകയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയും ചെയ്യും. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ്, പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന ഉടനെ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വരണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ജോബ് നോട്ടിഫിക്കേഷൻ വരും, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരും, പരീക്ഷ നടക്കും. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ എക്സാം എഴുതിയിരിക്കുന്ന ആളുകൾക്കും നേരത്തെ പല ജോലി അന്വേഷിച്ച് പ്രൈവറ്റ് ഫേംസിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗുമായിട്ട് ആ ജോലിയുമായിട്ട് മല്ലിട്ട് കൊണ്ടിരിക്കുന്നവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഗവൺമെന്റ് സ്റ്റാഫ്, അതും അധ്യാപകൻ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 27/7/2024 മുതൽ ആക്റ്റീവ് ആണ്. കറന്റ് റാങ്ക് ലിസ്റ്റ് 2024 മുതൽ പകുതി മുതൽ ആക്റ്റീവ് ആണ്. 2027 പകുതി വരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കും. 19/2/2026, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 92 നിയമനങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നു. 92 അഡ്വൈസസ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയി. അതിൽ ഏകദേശം 59 എണ്ണം ഓപ്പൺ കാറ്റഗറി ജനറൽ അഡ്വൈസേഴ്സ് ആണ്. അപ്പൊ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് പോളിടെക്നിക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 3 വർഷത്തെ വാലിഡിറ്റി 2027 ആണ് അവസാനിക്കുക. എന്നാൽ 2027 വരെ നമ്മൾ പരീക്ഷയ്ക്ക് കാത്തിരിക്കരുത്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വർഷം ആദ്യം തന്നെ പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് പഴയ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക. ആ രീതിയിലാണ് PSCയുടെ കറന്റ് ഷെഡ്യൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, ഏറ്റവും അവസാനത്തെ അഡ്വൈസ് 19/2/2026 92 നിയമനങ്ങൾ. ഇത് PSC വെബ്സൈറ്റിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2027 പകുതിയിൽ കറന്റ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവസാനിക്കും. അതിനു മുൻപേ തന്നെ ഈ വർഷം അവസാനം, അതായത് അവസാന പകുതിയിൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാനൊന്നും ദയവ് ചെയ്ത് കാത്തിരിക്കരുത്. എല്ലാവർക്കും ഒരു രീതിയുണ്ട്. PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ പഠിക്കാം. അങ്ങനെയല്ല, നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോഴേ നമ്മൾ റെഡിയാണ്. പിന്നെ പരീക്ഷ എപ്പോൾ വേണമെങ്കിലും വരട്ടെ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മുതൽ 6 മാസത്തിനകത്ത് പരീക്ഷകൾ നടക്കാറുണ്ട് PSC. പണ്ടത്തെ പോലെ ഡിലേ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരീക്ഷകൾ നടക്കും. അപ്പൊ അതിന് തയ്യാറെടുക്കാനുള്ള സമയം കൂടുതൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. 2027 ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ട്. എന്നാൽ താരതമ്യേന വളരെ കുറച്ച് സ്ഥാപനങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജസും അതുപോലെ പോളിടെക്നിക് കോളേജസ്, ടെക്നിക്കൽ സ്കൂളുകൾ, അതുപോലെയുള്ള ചെറിയ ചില സ്ഥാപനങ്ങളൊക്കെയാണ് ഇതിന് കീഴിലുള്ളത്. അപ്പൊ എണ്ണത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫർ സാധ്യതകളോ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ സാധ്യതകളോ ഒന്നും തന്നെ ഇല്ല. വളരെ ചുരുങ്ങിയ സ്ഥാപനങ്ങൾക്കുള്ളിൽ എന്നാൽ ഒരുപാട് അധ്യാപകരെ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്, ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. അപ്പൊ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്. നിലവിൽ ഏറ്റവും അവസാനം 2024 നടന്ന നോട്ടിഫിക്കേഷനിൽ ഈ ഒരു ജോബിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 15,500 to 39,100 ആണ്. അപ്പൊ ഈ 15,600 എന്നുള്ള തുക കണ്ടിട്ട് ഇത് വളരെ കുറവല്ലേ ഒരു ലെക്ചറർക്ക് എന്നൊക്കെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പഴയ പേ സ്കെയിലാണ്. അതിനുശേഷമൊക്കെ പേ സ്കെയിലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 2, ഇതിന്റെ കൂടെ 35% DA തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ എൻട്രി ലെവലിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് സ്കെയിൽ ആയിട്ട് ഇത് മാറും. എന്ന് മാത്രമല്ല, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും,
ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പരീക്ഷ എഴുതി നിങ്ങൾ ജോലിയിലേക്ക് കയറുമ്പോഴേക്ക് ശമ്പള പരിഷ്കരണം നടക്കും. ശമ്പള പരിഷ്കരണം നടന്നു കഴിഞ്ഞാൽ ഈ സ്കെയിലൊക്കെ ഒരുപാട് കൂടും. 35+ ഈ സ്കെയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പ്ലസ് ഡിയർനെസ് അലവൻസ് ഒക്കെ, ക്ഷാമബത്തയൊക്കെ ചേർത്ത്, HRA ഹോം റെന്റ് അലവൻസ് ഒക്കെ ചേർത്ത് കിട്ടുമ്പോൾ വലിയൊരു തുകയാണ്, വലിയൊരു സാലറി സ്കെയിലാണ് ഈ ജോലിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പോളിടെക്നിക് ലെക്ചറർക്ക് പ്രൊമോഷൻ സാധ്യതകൾ വളരെ വലുതാണ്. പ്രൊമോഷൻ സാധ്യതകൾ നിങ്ങൾക്കറിയാം. ലെക്ചറിൽ നിന്ന് നിങ്ങൾ സീനിയോറിറ്റി അനുസരിച്ച് മുകളിലേക്ക് കയറി HODയും പ്രിൻസിപ്പളും ഒക്കെ, ഒരു പോളിടെക്നിക് ലെക്ചറിന്റെ പ്രിൻസിപ്പളൊക്കെ ആവാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? ലെക്ചറർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ, ഒന്ന്, നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏതാണ് നമ്മുടെ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം. അല്ലെങ്കിൽ അതിൽ ഹയർ ക്വാളിഫിക്കേഷൻ MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. സോ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇക്വാലന്റ് എന്ന് പറയുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങി കമ്പ്യൂട്ടറിന്റെ അനുബന്ധ കോഴ്സുകൾ ഒരുപാടുണ്ട്. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് ഓൾസോ അപ്ലിക്കബിൾ. ഇൻഫർമേഷൻ ടെക്നോളജി IT ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെ. കമ്പ്യൂട്ടർ സയൻസും IT ആണ് മോസ്റ്റ് കോമൺ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും IT ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 39 വയസ്സ് വരെയാണ് കറന്റ് ഏജ് ലിമിറ്റ്. ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ ഏജ് ലിമിറ്റ് ആണ് 39 വയസ്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 20 മുതൽ 39 വയസ്സ് എന്നുള്ളതിൽ മാറ്റം വരാം. കാരണം PSC അടുത്ത കാലത്തായിട്ട് ജനറൽ PSC പരീക്ഷകളുടെ പ്രായം 40 ആക്കിയിട്ടുണ്ട്. ഇത് മുൻപ് 36 ആയിരുന്നു. അപ്പോൾ 36 40 ആക്കിയത് കൊണ്ട് ഈ 39 എന്തായാലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാം. നമ്മളെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ ഡിഗ്രി, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും പഠിച്ച് പരീക്ഷ എഴുതി ഈ ഒരു ജോലി നേടിയെടുക്കാം. ഓക്കെ, ഇത് ജനറൽ ഏജ് ലിമിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് SC ST OBC റിലാക്സേഷൻസ് ഉണ്ടാവും ഏജ് ലിമിറ്റിന്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ, ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്ത് പഠിക്കണം എന്നുള്ളതാണ്. എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പോളിടെക്നിക് ലെക്ചറർക്ക് നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് പഠിക്കേണ്ട അത്ര ബുദ്ധിമുട്ടി, അത്ര ഡീറ്റെയിൽഡ് സിലബസ് പഠിക്കേണ്ട കാര്യമില്ല, കുറവാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് വാസ്റ്റ് സിലബസ് നമുക്കുണ്ട്, അത്രയും കാര്യങ്ങളില്ല. 70, 30 എന്നിങ്ങനെയാണ് എക്സാം സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 70 + 30 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇത് ഓഫ്ലൈൻ എക്സാം ആയിട്ട്, അതായത് OMR ഷീറ്റ് ഉപയോഗിച്ചുള്ള ഓഫ്ലൈൻ എക്സാം ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിട്ടോ നടത്താം. അത് PSCയുടെ തീരുമാനമാണ്. ഈ അടുത്ത കാലത്തൊക്കെ ടീച്ചിങ് എക്സാംസ്, ഇത്തരത്തിലുള്ള ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ടീച്ചേഴ്സ് എക്സാംസ് ഒക്കെ ഓൺലൈൻ എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഈ OMR ഷീറ്റ് കറുപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തിട്ട് വീണ്ടും കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് മാറ്റി ടിക്ക് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റിന് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ 70-30 70 മാർക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ കോർ സബ്ജക്റ്റ് ആണ്. 30 മാർക്ക് ബേസിക് എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 1 വർഷം ബേസിക് എഞ്ചിനീയറിംഗ് പഠിക്കുമല്ലോ, സിവിൽ ആൻഡ് മെക്കാനിക്കലൊക്കെ പഠിക്കില്ലേ, പിന്നെ മാത്സും നമുക്ക് കുറച്ച് പേപ്പറുകളില്ലേ, അതിനൊരു 30 മാർക്ക്. അപ്പോൾ ഒന്നും നമ്മൾ പഠിക്കുന്നതിന് പുറത്തല്ല. 70 മാർക്ക് കോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഇതിൽ ആ 30 മാർക്കിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. മാത്സിൽ നിന്ന് 10 മാർക്ക്, സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്സിൽ നിന്ന് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്നില്ലേ, അവിടുന്ന് ഒരു 10 മാർക്ക്, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ നിന്ന് അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്, ബേസിക്സ് പഠിക്കുന്നതാണ്, അവിടുന്ന് ഒരു 10 മാർക്ക്. അപ്പോൾ 10 30 മാർക്ക് അവിടുന്ന്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് 30 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞ് കോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലേക്ക് വരുന്ന സമയത്ത് സിലബസ് നോക്കുക. മൊത്തം സിലബസിനെ, കോർ സിലബസിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി, ആർക്കിടെക്ചർ ആൻഡ് സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ്. ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ട് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്നൊരു 14 മാർക്ക് വരുന്നുണ്ട്. 14 മാർക്ക് OSI, റൂട്ടിംഗ്, സെക്യൂരിറ്റി, TCP, IP, ആർക്കിടെക്ചർ, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, CDMA, GSM പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 28 മാർക്ക് വരുന്ന ആർക്കിടെക്ചർ ആൻഡ് സിസ്റ്റംസ്, ലോജിക് സർക്യൂട്ട്സ്, മൈക്രോ പ്രോസസർ, OS ഷെഡ്യൂളിംഗ്, പേജിംഗ് ഏരിയയിൽ നിന്നാണ് 28 മാർക്ക്. മറ്റൊരു 28 മാർക്ക് വരുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് ആണ്.
അതിനകത്ത് ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, DBMS, SQL, വെബ് ടെക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡെപ്തിലുള്ള സിലബസ് ആ ഒരു 28 മാർക്ക്. അപ്പോൾ ആ 2 ആർക്കിടെക്ചർ ആൻഡ് സിസ്റ്റംസും സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റും കൂടെ 56 മാർക്കാണ് വരുന്നത്. പിന്നെ ഒരു 14 മാർക്ക് കൂടെ ചേർത്താൽ 70 മാർക്ക്. നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയും കൂടെ ചേരുന്ന സമയത്ത് 70 മാർക്ക് എന്ന് പറയുന്നത്, നോക്കൂ, നമ്മൾ എത്ര പേപ്പർ പഠിച്ചിട്ടാണ് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായത്, എത്ര സെമസ്റ്റർ എക്സാമുകൾ, എത്ര പേപ്പറുകൾ. ആ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 70 മാർക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ സെം എക്സാം എഴുതി പാസ്സായ, തലേ ദിവസം വരെ പരീക്ഷ എഴുതി പാസ്സായ ആളുകളില്ലേ, തലേ ദിവസം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ ആളുകളില്ലേ, ഇതുവരെ ബുക്ക് തുറന്ന് നോക്കാതെ അല്ലെ, നേരെ ചെന്ന് തലേ ദിവസം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിപ്പോയി പാസ്സായ ആളുകളല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും PSC എക്സാമിന് എന്നല്ല പറയുന്നത്. അതായത് നമുക്കിതൊരു ബാലി കയറാമലയല്ല എന്നാണ് പറയുന്നത്. ആസ് എഞ്ചിനീയേഴ്സ്, ഞാനും എഞ്ചിനീയറാണ്, നിങ്ങൾക്കും എനിക്കും അറിയാം, എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച ലോകത്തെ ഒരു സിലബസും അത്ര വലിയ സിലബസ് അല്ല. കാരണം അത്രത്തോളം പേപ്പറുകളും അത്രത്തോളം പ്രാക്ടിക്കൽ എക്സാംസും അത്രത്തോളം ഇന്റേണൽ മാർക്സും പ്രൊജക്റ്റും അസൈൻമെന്റും സെമിനാറും 4 വർഷത്തെ യുദ്ധം മുഴുവൻ കഴിഞ്ഞിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ 70 മാർക്കിൽ ഇത്രയേ സിലബസ് ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു സെമ്മിൽ പഠിക്കുന്ന സിലബസ് ഇല്ലെന്ന്. ഒരു സെമ്മിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ള അത്രയും ടെക്സ്റ്റ് ഇല്ല ഇതിനകത്ത്. അതുകൊണ്ട് സിലബസ് കണ്ടുപേടിക്കേണ്ട, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കൃത്യമായിട്ട് വെയിറ്റേജ് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ആ വെയിറ്റേജ് നോക്കിയുള്ള പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ ഞങ്ങൾ ചെയ്തോളാം, എൻട്രി ചെയ്തോളാം. എൻട്രിയിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഷെഡ്യൂളിങ്ങും പ്ലാനിങ്ങും ചെയ്ത് ഡെയിലി വൈസ് സെഷൻസ് ആണ് എൻട്രിയുടെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക. സോ ആ കോഴ്സിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സ് എൻട്രിയിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പല ബാച്ചുകളിലേക്കായിട്ടുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻട്രിയുടെ ആപ്പിൽ നേരെ കയറിയിട്ട് അതിനകത്ത് സെർച്ച് ചെയ്തിട്ട് ടെക്നിക്കൽ എക്സാംസിന് കീഴിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് കോഴ്സ്, അതിൻ്റെ ഡെമോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ആ ആപ്പിൽ ജോയിൻ ചെയ്ത് അത് ത്രൂ നിങ്ങൾക്ക് എൻട്രിയുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എൻട്രിയുടെ കോഴ്സിനെ സംബന്ധിച്ച് എല്ലാ കോഴ്സസിലും എൻട്രി കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആ സിലബസിലെ ഓരോ പോയിന്റിലൂടെയും കൺസെപ്ഷ്യൽ വാക്ക് ത്രൂ നടത്തും. കൃത്യമായിട്ടുള്ള തിയറി സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട് ആ തിയറി സെഷൻസ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് അറിയോ? പുതിയ ചോദ്യപേപ്പർ രീതികൾ അനുസരിച്ച് PSC ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിരുന്നാലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഡീപ്പ് ഡൈവ് ഇൻ ടു കൺസെപ്റ്റ്സ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള സെഷൻസ്. സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലും മാത്സും ഒക്കെ സിലബസിൽ വരുന്നത് കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കത് സോൾവ് ചെയ്യാനുള്ള പ്രത്യേക സെഷൻസ് ഉണ്ടാവും. ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈവ് സെഷൻസിലാണ് നമ്മൾ കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ നടത്തുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടത്തുന്നത് ലൈവ് ഇന്ററാക്ഷൻസിലാണ്, ലൈവ് സെഷൻസിലാണ്. ലൈവ് സെഷൻസ് ഉണ്ടാവും. കോഴ്സിലേക്ക് ഇനി കുറെ കാലമായിട്ട് ടച്ച് വിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാവും. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയിട്ട് കുറെ കാലമായി, ഇപ്പൊ ഞങ്ങൾ പല ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടച്ച് വിട്ടുപോയി സബ്ജക്റ്റുമായിട്ട്. വി ഹാവ് പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ്. കോഴ്സിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് നിങ്ങൾ അതിലേക്ക് ടച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി, ആ ട്രാക്കിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ആർ ദർ. മൊഡ്യൂൾ വൈസ് എക്സാംസ്, ഓരോ മൊഡ്യൂൾ ക്ലാസ് കഴിയുമ്പോഴും മൊഡ്യൂൾ വൈസ് എക്സാംസ് ആർ ദർ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മെന്റർഷിപ്പ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിങ്ങളെ ഒരു മെന്റർ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഡെഡിക്കേറ്റഡ് മെന്റർ വിൽ ബി ദർ ഫോർ ഈച്ച് ബാച്ചസ്. മെന്റർ ചെയ്യുന്നത്, അഥവാ നിങ്ങളൊന്ന് പുറകോട്ട് പോയാലും, നിങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് മൊഡ്യൂൾ വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്നില്ല, ആ പ്രോഗ്രഷൻ ഒക്കെ നമുക്ക് കിട്ടും, ആപ്പിൽ കിട്ടും. വളരെ വലിയൊരു വെബ് ബാക്ക് എൻഡ് സിസ്റ്റമാണ് എൻട്രിക്കുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കോഴ്സ് അറ്റൻഡ് ചെയ്യാതെ പുറകോട്ട് പോകുന്നു, മടി കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മെന്റർ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ഓരോ പഠനവും മെന്റർ വിലയിരുത്തും. ഡെയിലി നിങ്ങൾക്ക് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ മെന്റർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിന് ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയ കോഴ്സ് ഫീച്ചേഴ്സ് ആണ് എൻട്രി മുന്നോട്ട് വയ്ക്കുന്നത്. പോളിടെക്നിക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. സോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, 26 അവസാനം നോട്ടിഫിക്കേഷൻ വരും. 27 എക്സാം നടക്കും. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട. ഒരുപാട് പേര് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി.
പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞിറങ്ങിയ ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ നന്നായിട്ട് പഠിച്ചിട്ട്, കാരണം നിങ്ങളിപ്പോൾ ആ ടച്ചിൽ നിൽക്കുവാണ്, നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പോളിടെക്നിക് ലെക്ചറർ പോസ്റ്റിൽ കയറിയാൽ നിങ്ങളുടെ വാല്യൂ ഇൻ ദ സൊസൈറ്റി, വാല്യൂ ഇൻ ദ ഫാമിലി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന ആളുകളെയൊക്കെ പൊതുവെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന വലിയൊരു റെപ്യൂട്ടഡ് പോസ്റ്റിലേക്ക് കയറാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് നൗ വിത്ത് എൻട്രി. താഴെ ഉള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എൻട്രിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് നിലവിൽ ഓഫറുകൾ ലഭ്യമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ട് നേരെ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ പോളിടെക്നിക് ലെക്ചറിനെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഡിയർ എഞ്ചിനീയേഴ്സ്, വി വിൽ മീറ്റ് യു ഇൻസൈഡ് ദ കോഴ്സ്. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി.